this is the all new Scram 440. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. സോ വാട്ട്സ് ഹാപ്പനിങ് പീപ്പിൾ, ദിസ് കൊച്ചി മച്ചാൻ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ആൻഡ് ഫൈനലി റോയൽ എൻഫീൽഡ് 411 കഴിഞ്ഞിട്ട് ഒരു സ്ക്രാം 440 ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓടിക്കാനൊക്കെ ഒരു പവർഫുൾ നമുക്ക് തോന്നുന്നുണ്ട്, പവർ വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ട്. വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് വന്നേക്കണമെന്ന് ഞാൻ ജസ്റ്റ് വണ്ടി നിർത്തിയിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് തിരിച്ച് വണ്ടി ഓടിക്കാം. നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കേണ്ട, ഇതൊരു സ്ക്രാം 411 അല്ല, സ്ക്രാം 440 ആണ്. റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും പുതിയ എൻട്രി. റൈഡർ മേനിയ കഴിഞ്ഞ നവംബർ ഡിസംബറിൽ അവർ ലോഞ്ച് ചെയ്തതാണ്. ഇപ്പോൾ നമ്മുടെ കൊച്ചിയിൽ വന്നിട്ടുണ്ട്. ഇന്നാണ് അതിൻ്റെ ലോഞ്ച്. അപ്പോൾ നമുക്ക് വണ്ടി ഇട്ടുണ്ടായി. സോ സ്ക്രാം 440യുടെ കുറച്ച് അപ്ഡേറ്റ്സ് ചെയ്തിട്ടുണ്ട്. 411 മാറി 440 ആവാനുള്ള കാരണം സെയിം എഞ്ചിൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. എഞ്ചിൻ്റെ സൈസ് വലിപ്പം കുറച്ച് കൂടിയുണ്ട്. വലിപ്പം എന്ന് വെച്ചാൽ CC കൂട്ടിയിട്ടുണ്ട്. 443 CC ആണ്. പ്രൊഡ്യൂസിങ് 25.7 HP ആൻഡ് 34 Nm ഓഫ് ടോർക്കാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പഴയ എഞ്ചിനെക്കാട്ടും 1 HP 2 Nm ഓഫ് ടോർക്കാണ് ഇതിന് വ്യത്യാസം വന്നേക്കുന്നത്. പക്ഷേ ആ 411 CC അല്ലെങ്കിൽ 411 എഞ്ചിൻ മിസ് ചെയ്യുന്നവർക്ക് ഇതൊരു നല്ല ഓപ്ഷനാണ്. ഇത് അവർക്ക് പണ്ടേ ചെയ്യാറുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഹിമാലയനിൽ അവർ ചെയ്തില്ല? ഒരു 6 സ്പീഡ് ഗിയർ ബോക്സും ഇതിന് കൊടുത്തിട്ടുണ്ട്. ആ 6 സ്പീഡ് ഗിയർ ബോക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹിമാലയൻ ടൂറിങ്ങിന് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയ ആ 6th ഗിയർ ഫോർ ബെറ്റർ മൈലേജും കുറച്ച് ഹൈ സ്പീഡിൽ പോകുമ്പോൾ കുറച്ചും കൂടെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഓടാനുള്ള ആ ഒരു സെറ്റപ്പ് ഇതൊക്കെ അവർക്ക് ചെയ്യാമായിരുന്നെങ്കിൽ അപ്പോൾ റോയൽ എൻഫീൽഡ് അത് അവർക്ക് ആ ഹിമാലയനിൽ ചെയ്യാമായിരുന്നു. അപ്പോൾ ഇത് ടോപ്പ് വേരിയൻ്റ് ആണ്. സ്പോക്ക് വീൽസ് വന്നത്. ഫ്രണ്ട് നിങ്ങൾക്ക് 19 ആൻഡ് റിയർ ഐ തിങ്ക് 17 ഇഞ്ച് വീൽസാണ്. സിയറിൻ്റെ ടയേഴ്സാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഫ്രണ്ട് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ. ഡിസ്ക് സൈസ് വ്യത്യാസം വന്നിട്ടുണ്ട്. 300 mm ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തേക്കുന്നത്. ABS ഓഫ് ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇത് വെച്ചാൽ ABS റിയർ ABS നമുക്ക് ഓഫാക്കാൻ പറ്റും. ഇതിൽ ട്രിപ്പർ നാവിഗേഷൻ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഫുൾ LED ഹെഡ് ലാംപ്സ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഇൻ്റർസെപ്റ്ററിലേക്ക് കണ്ടുവന്നേക്കുന്ന പോലെ LED ഹെഡ് ലാംപ്സ്. ഇവിടെ നമുക്ക് ട്രിപ്പർ നാവിഗേഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ABS ഓഫിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെയാണ് നമുക്ക് മെനു ബട്ടൺ ചേഞ്ച് ചെയ്യുന്നത്. ആ ക്ലസ്റ്റർ നോക്കാൻ പോയാൽ 100 വന്നേക്കണം. അതേ ടൈപ്പ് ഒരു ക്ലസ്റ്ററാണ്. അനലോഗ് പ്ലസ് ഡിജിറ്റൽ ക്ലസ്റ്റർ. ബാക്കി സ്വിച്ച് ഗിയേഴ്സൊക്കെ സെയിം തന്നെയാണ്. ഹസാർഡ് സ്വിച്ച് വന്നിട്ടുണ്ട്. ഇതാണ് ഒരു കളർ സ്കീം. 5 കളർ സ്കീമിലാണ് ഇപ്രാവശ്യം അവർ വണ്ടി ഇറക്കിയത്. ഈ ഒരു എക്സോസ്റ്റിൻ്റെ ലെങ്ത്തും അവർ വ്യത്യാസമുണ്ട്. മേ ബി ആ ഒരു BS6 നോംസൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി എക്സോസ്റ്റിൻ്റെ ലെങ്ത്തും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ടൈൽ സെക്ഷനൊക്കെ സെയിം തന്നെയുണ്ട്. ഒരു വ്യത്യാസമില്ല. ബാക്കി എല്ലാം സെയിം തന്നെയാണ് ഈ വണ്ടിക്ക് അവർ കൊടുത്തേക്കണത്. ആൻഡ് ഇതാണ് നമ്മുടെ 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. 5 സ്പീഡ് ഗിയർ ബോക്സ് മാറി 6 സ്പീഡ് ഗിയർ ബോക്സ്. 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ്, 190 mm ആൻഡ് 180 mm ആണ് ട്രാവൽ. റിയലിലെ ട്രാവലും ഫ്രണ്ട് ട്രാവൽ 190 ആണ്. അപ്പോൾ അത്യാവശ്യം ചെറിയ ഓഫ് റോഡൊക്കെ പോകാം. ചെറിയ അടിപൊളി പരിപാടികളൊക്കെ ചെയ്യാം. ഇതിൻ്റെ സീറ്റ് നോക്കാൻ പോയാൽ കണ്ടോ, സ്പ്ലിറ്റ് സീറ്റ്. ഹിമാലയൻ സ്പ്ലിറ്റ് സീറ്റ് ആയിരുന്നു. പിന്നെ സ്ക്രാമിന് എനിക്ക് തോന്നുന്നു സിംഗിൾ സീറ്റ് തന്നെ വന്നുകൊണ്ടിരുന്നത്. സോ ഇതാണ് ഓവറോൾ വണ്ടി. 15 liters ഓഫ് ടാങ്ക് കപ്പാസിറ്റി. സോ വണ്ടിയിൽ നമുക്ക് കയറിയിരിക്കാം അല്ലേ. വണ്ടി കയറിയുമ്പോൾ മനസ്സിൽ വരാൻ നമ്മുടെ വണ്ടിയുടെ വെയിറ്റ് ആണ് 197 kg ഉണ്ട്. ഓൾമോസ്റ്റ് വെറ്റ് വെയിറ്റ്. ഫ്യൂലും എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ള വെയിറ്റ്. അത് കൂടാണ്ട് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി 50 liters തന്നെയാണ്. ഇപ്പോഴും ടാങ്ക് കപ്പാസിറ്റി പറഞ്ഞെങ്കിൽ 200 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 795 mm ആണ്. സീറ്റായിട്ട് എനിക്ക് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ഫുട്ടാണ്. ഞാനൊരു ഫ്ലാറ്റ് സർഫസിൽ വെച്ച് കാണിച്ചു തരാം. എനിക്ക് എൻ്റെ ഹൈറ്റ് 5'6" ആണ്. ഇതാണ് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട്. ആ ഒരു 411 മിസ് ചെയ്തവർക്ക് ഇതൊരു അടിപൊളി വണ്ടിയായിരിക്കും കേട്ടോ. അപ്പോൾ തിരിച്ച് നമുക്ക് വണ്ടി ഓടിക്കാം. സോ ലുക്ക് വൈസ് അങ്ങനെ വ്യത്യാസം ഒന്നുമേ നമുക്ക് തോന്നില്ല. ഓടിക്കാൻ വ്യത്യാസമുണ്ട്. യെസ്, ഇറ്റ് ഫീൽ മോർ പവർഫുൾ. ഇപ്പോഴും എനിക്ക് 6th ഗിയർ ഇതിൽ വേണമെന്ന് അങ്ങനെ ഒരു ഫീൽ വന്നിട്ടില്ല. ബട്ട് 6th ഗിയർ ഉണ്ടെങ്കിൽ കുറേ പേർക്ക് മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവും. പിന്നെ ഹൈവേയിൽ യെസ് ഓബ്വിയസ്ലി ബെറ്റർ മൈലേജ് നമുക്ക് കിട്ടും. പവർ ആകെ 1 bhp 2 Nm ഓഫ് ടോർക്കാണ് ഇതിന് വ്യത്യാസം വന്നേക്കണേ. ബട്ട് കുറച്ചും കൂടെ സ്ട്രെസ് ഫ്രീ ആയിരിക്കും വണ്ടി. ഒരു 411 വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടെ സ്ട്രെസ് ഫ്രീ ആയിരിക്കും. അതാണ് ഇതവർക്ക് പണ്ടേ ഞാൻ പറഞ്ഞ പോലെ ഹിമാലയനിൽ വേണേൽ കൊണ്ടുവരായിരുന്നു. 6th ഗിയറൊക്കെ എല്ലാവരും ആഗ്രഹിച്ചാണ് നമ്മുടെ ഹിമാലയനിൽ. അപ്പോൾ അങ്ങനെ ഒരു 6th ഗിയർ അവർ ഇതിൽ കൊണ്ടുവന്നതിന് പകരം ആ ഒരു ഹിമാലയൻ BS6 വേർഷനിലൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടെ ബെറ്റർ ആയെന്ന് തോന്നുന്നു. കാരണം എനിക്ക് സെയിം ആ ഒരു ഗിയർ ബോക്സും കണ്ടിട്ട് അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നുന്നില്ല. ഗിയർ ബോക്സിൻ്റെ ഔട്ടർ സൈഡ് ഇന്നറിൽ എന്തായാലും വ്യത്യാസം ഉണ്ടാവും. സോ അതാണ് നമ്മുടെ സ്ക്രാം 440 അല്ലേ. ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പോയാൽ എല്ലാം ചെയ്യുന്നുണ്ട്. സ്വിച്ചബിൾ ABS ഉണ്ട്. നമുക്ക് ABS റിയർ ABS നമുക്ക് ഓഫാക്കാം. അതിനുള്ള ബട്ടൺ ഇവിടെ ഉണ്ട്. പിന്നെ മെനു ചേഞ്ച് ചെയ്യാനുള്ള ബട്ടണും കാര്യങ്ങളൊക്കെ ഇപ്പുറത്താണ് അവർ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ബ്രേക്സൊക്കെ ഇമ്പ്രൂവ്ഡ് ആണ്. ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് ഫീൽ ചെയ്യുള്ളൂ. എനിക്ക് അത്ര അടിപൊളി ഇമ്പ്രൂവ്ഡ് ആയിട്ടൊന്നും തോന്നുന്നുള്ള ബ്രേക്സ്. ബട്ട് യെസ് ഓടിക്കാൻ പവർഫുൾ ആണ്. ബട്ട് സെയിം ആ ഒരു കണ്ടോ എത്ര RPM ആണെന്നറിയില്ല. ഓൾമോസ്റ്റ് ഒരു 3000 RPM കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറച്ചും കൂടെ പഴയ സ്ക്രാമിനെക്കാട്ടും കുറച്ചും കൂടെ പവർഫുള്ളായിട്ട് തോന്നുന്നുണ്ട്. ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ്. പൊളിച്ചോടിക്കേണ്ട വണ്ടിയല്ല. ആ ഒരു കാം ആൻഡ് പീസ്ഫുള്ളായിട്ട് നമുക്ക് ഓടിച്ച് കൊണ്ടു നടക്കാൻ പറ്റിയ വണ്ടിയാണ്. ഞാൻ നല്ലോണം പൊളിച്ചിട്ടുണ്ട് എൻ്റെ ഹിമാലയൻ. ബട്ട് യെസ് ഈ ഒരു എൻജിൻ അല്ലെങ്കിൽ ഈ ഒരു സ്പെക്ക് ഹിമാലയൻ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഹിമാലയൻ ഇപ്പോഴും ടോപ്പിൽ തന്നെ ചിലപ്പോൾ നിൽക്കാനുള്ള ചാൻസസ് ഉണ്ടായിട്ട്. ആരും ചിലപ്പോൾ റോയൽ എൻഫീൽഡിന് പുതിയ ഹിമാലയൻ 450 ഇറക്കേണ്ട ആവശ്യം പോലും വരുന്നുണ്ടാവില്ല.
ബട്ട് യെസ് എവറിത്തിങ് ഈസ് ഇറ്റ്സ് ബിസിനസ്. അപ്പം അങ്ങനെ നോക്കിയാൽ റോയൽ എൻഫീൽഡിൻ്റെ ബിസിനസ് പ്ലാനിലൊന്നായിരിക്കും ഹിമാലയനൊക്കെ നിർത്തി കഴിഞ്ഞിട്ട് 411 നിർത്തി കഴിഞ്ഞിട്ട് സെയിം എൻജിൻ 443 ആക്കിയിട്ട് 6 സ്പീഡ് ഗിയർ ബോക്സും വെച്ച് സ്ക്രാം 411 ഇറക്കണതും. സോ ഇവരുടെ തന്നെ നമ്മുടെ ഗറില്ല ഉണ്ട്, അതും ഒരു സ്ക്രാംബ്ലർ വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചും കൂടെ മോർ പവർഫുൾ 450cc എഞ്ചിനിൽ ഓടിക്കാനൊക്കെ കംഫർട്ടബിൾ ആണ്. സസ്പെൻഷൻ ട്രാവലും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. 190mm എന്ന് പറഞ്ഞാൽ എക്സ്പൾസിൻ്റെ ഒക്കെ സസ്പെൻഷൻ ട്രാവലാണ്. സ്റ്റോക്ക് എക്സ്പൾസിൻ്റെ 190, 180, റിയർ 180. റിയറിൽ സെയിം ആ ലിങ്ക് ടൈപ്പ് മോണോഷോക്ക് സസ്പെൻഷനാണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ് പില്ലിയണൊക്കെ ഇരിക്കാനായാലും. അതേ കംഫർട്ട് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ വൈബ്രേഷൻസ് ആർ ദെയർ. 411 ഓടിച്ചവർക്ക് എല്ലാവർക്കും അറിയാം അതേ വൈബ്രേഷൻ ഈ ഒരു വണ്ടിക്കകത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് കൊണ്ടുവന്നെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്, അത് പോവില്ല. 411 ഓടിച്ചവർക്ക് അറിയാം ആ ഒരു വൈബ്രേഷൻ, ഹൈ RPMലുള്ള വൈബ്രേഷൻ. അത് ടാങ്കിൻ്റെ സൈഡിൽ നിന്ന്, ഹാൻഡിൽ ബാറിൻ്റെ സൈഡിൽ നിന്ന്, സീറ്റിൻ്റെ അടിയിൽ നിന്ന്, അങ്ങനെ അവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ വണ്ടി സത്യം പറഞ്ഞാൽ അധികം കിലോമീറ്റർ ഓടിയിട്ടില്ല, 14 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമ്മൾ എടുത്തിട്ട് ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ്. സെൻറ്റ് മേരീസിൽ നിന്നാണ് നമുക്ക് വണ്ടി വന്നേക്കണേ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ബുക്കിങ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ സെൻറ്റ് മേരീസിൽ കോൺടാക്ട് ചെയ്യാം. അവിടെ വണ്ടി അവൈലബിൾ ആണ്. എല്ലാ വണ്ടിയും അവർക്ക് അവൈലബിൾ. റോയൽ എൻഫീൽഡിൻ്റെ ഞാൻ പണ്ട് മുതലേ നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരു ഷോറൂമാണ് സെൻറ്റ് മേരീസ്. അപ്പോൾ അവിടെ പോയാൽ നിങ്ങൾക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. അവിടെ അത്യാവശ്യം എല്ലാ വണ്ടിയിലും സ്റ്റോക്ക് എപ്പോഴും കിട്ടാറുണ്ട്. അപ്പോൾ ഡു ചെക്ക് ദം ഔട്ട്. ആൻഡ് ഗിയർ ബോക്സ് സൈഡ് 6 സ്പീഡ് ഗിയർ. ഞാൻ ജസ്റ്റ് ഹൈവേ കയറിയിട്ട് കാണിച്ചു തരാം. എനിക്ക് 5th ഗിയർ തന്നെ തോന്നി, 5th നിന്ന് 6th ഇടാൻ തോന്നിയിട്ടില്ല. ഇത് കൈയൊക്കെ വെച്ച് കാണിക്കണം. ഓ താങ്ക് യു കേട്ടോ. ചേട്ടനെ എടുക്കട്ടെ? വേണ്ട, ചേട്ടന് വേണ്ടെന്നാണ് പറഞ്ഞത്. വണ്ടി തന്നെ കണ്ടിട്ട് സുഖമായിട്ട് ക്രോസ് ചെയ്യാം. എങ്ങനെ ധൈര്യം തന്നെ. പിന്നെ വേണ്ട സസ്പെൻഷനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. കംഫർട്ടിന് ഒരു വ്യത്യാസമൊന്നുമില്ല. അത്യാവശ്യം നല്ല കംഫർട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിയിൽ നിന്ന്. ഇവിടെ നല്ല കുഴിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഡാമ്പ് ചെയ്യുന്നുണ്ട്. ഓല പറക്കുമോ സൈഡിൽ കൂടെ. ആൻഡ് ചെറിയൊരു ഹൈവേ. ലെറ്റ്സ് സീ ദ 0 to 100 or 80 and how quick the Scram 440 is. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അയ്യോ പൊക്കോ. So let's try out how fast this can go. 3, 2, 1, go. Yeah, 6th gear 100 എല്ലാം അടിപൊളി കേട്ടോ. വണ്ടി പടപടാന്ന് കയറുന്നുണ്ട്. നമുക്കങ്ങനെ വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യണം. 6th gear 100 പോകുമ്പോഴായാലും ഈ സാധനം ഹിമാലയനിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ കൊതിക്കും. എന്തായാലും ആരായാലും ഒന്ന് ആഗ്രഹിച്ചു പോകും ഈ സെയിം ഗിയർ ബോക്സ് ഹിമാലയനിൽ ഉണ്ടായിരുന്നെങ്കിൽ. കണ്ടോ, ഞാൻ ഭയങ്കര ഈസി ആയിട്ട് ഒരു വൈബ്രേഷൻ എനിക്കറിയണം കേട്ടോ. ഹയർ RPMസിലല്ലാണ്ട് വേറെ എവിടെയും എനിക്ക് ഇങ്ങനത്തെ ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും അറിയുന്നില്ല. 5th ഗിയർ മതി. 5th ഗിയറിൽ നമുക്ക് പോകുമ്പോൾ ഒരു കുറച്ച് RPM കയറുമ്പോൾ നമുക്ക് ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും. ആ വൈബ്രേഷൻ ഒഴിവാക്കാനാണ് നമ്മൾ പിന്നെയും ആ ഒരു കാരണം ഇപ്പോൾ ഒരു ചെറിയ വൈബ്രേഷൻ കയറുണ്ട്. അപ്പോൾ 6th ഇട്ടാൽ ആണോ ഈ ഒരു സ്പീഡ് 100 പണ്ട് ഹിമാലയനിൽ വൈബ്രേഷൻ ഉണ്ടായി. ഇപ്പോൾ ആ 6th ഗിയർ ഇടുമ്പോൾ നോ വൈബ്രേഷൻസ് അറ്റ് ഓൾ. ഇറ്റ്സ് കംഫർട്ടബിൾ. വൈ റോയൽ എൻഫീൽഡ് ഇങ്ങനത്തെ ഒരു ചതി എന്തിന് ചെയ്തു? ആൾക്കാരുടെ അടുത്ത് ആ ഒരു ഹിമാലയൻ 411 തന്നെ ഇങ്ങനത്തെ ഒരു അപ്ഗ്രേഡ് കൊടുത്തിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു തന്നെ. കുറേ പേര് ഇപ്പോഴും ആ വണ്ടി കീപ്പ് ചെയ്ത് സ്റ്റിൽ ലോട്ട് ഓഫ് പീപ്പിൾ ലവ് 411. ഞാനൊരു 411 ഓണറായിരുന്നു. സോ ഇറ്റ്സ് ഗ്രേറ്റ്. ഇതിൽ ചെയ്തേക്കുന്ന പരിപാടിയൊക്കെ കൊള്ളാം. ഒരു സ്റ്റിൽ കീപ്പിംഗ് ദാറ്റ് 411 ലോങ് സ്ട്രോക്ക് എൻജിൻ. അത് എന്നും ഒരു രസമായിരുന്നു ആ ഒരു എൻജിൻ. അതാണ് റൈഡിങ് കംഫർട്ട്. നല്ല അപ്രൈറ്റ് പൊസിഷനാണ്. സീറ്റും നല്ല കംഫർട്ടബിളാണ്. സസ്പെൻഷൻ വൈസും നല്ല അടിപൊളിയാണ്. അപ്പോൾ സ്ക്രാം ചെറിയൊരു ഷോർട്ട് റൈഡായിരുന്നു. ഇതായിരിക്കണം നമ്മുടെ ഗറില്ല 450cc സ്ക്രാം അല്ലേ. ഒരു 7cc വ്യത്യാസമുള്ളൂ. പക്ഷേ പവർ അന്യായ വ്യത്യാസമുണ്ട് കേട്ടോ അതും ഇതും തമ്മിൽ. അത് പോണ പോലെ ഇത് പോവില്ല. ബട്ട് യെസ് പ്രൈസിങ് വെച്ച് നോക്കുവാണെങ്കിൽ ഇത് ഒരു നല്ല ബയ്യാന്ന് തന്നെ തോന്നുന്നുണ്ട് ഈ ഒരു പ്രൈസിൽ. സോ റോയൽ എൻഫീൽഡ് തന്നെ അവർക്ക് തന്നെ ലോട്ട് ഓഫ് ഓപ്ഷൻസ് വന്നേക്കാനാണ്. ഇപ്പോൾ നിങ്ങൾ അവരുടെ ഷോറൂമിൽ കയറിയാൽ അവരുടെ എല്ലാ സെഗ്മെൻറ്റിലുള്ള വണ്ടി നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് റൈഡിങ് ആണോ വേണ്ടത് ആ ടൈപ്പ് ഓഫ് റൈഡിങ്ങിനുള്ള വണ്ടി ഇപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ കയ്യിലുണ്ട്. അതാണ് അവിടുത്തെ ഒരു ഹൈലൈറ്റ്. ആ ഒറ്റൊരു ഷോറൂമിൽ പോയാൽ നിങ്ങൾക്ക് എല്ലാ വണ്ടിയും ഓടിച്ച് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ കാണാനും എല്ലാ കൈൻഡ് ഓഫ് റൈഡിങ്ങിന് പറ്റിയ വണ്ടിയും ഇപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ കയ്യിലുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ. ഓ ബോയ് സ്ക്രാം 411 ഇതാണ് നമ്മുടെ 411 കേട്ടോ പണ്ടത്. അതാണ് എനിക്ക് വണ്ടീനെ പറ്റിയ ഒരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ എന്ന് പറയാൻ പോയാൽ ഇതാണ് വണ്ടിയുടെ ഒരു ഓവറോൾ പെർഫോമൻസ് വൈസ് വ്യത്യാസമുണ്ട്.
ബട്ട് ആ ഒരു വൈബ്രേഷൻസ് കാര്യങ്ങളും അപ്പോഴത്തേക്കും കീപ്പ് ചെയ്തിട്ട് തന്നെ കംഫർട്ട് വൈസും എല്ലാം കൊണ്ടും ഇപ്പോഴും ആ ഒരു ലെവലിൽ തന്നെ ആ പഴയ സ്ക്രാം എന്തായിരുന്നു അത് തന്നെയായിരുന്നു. വെയിറ്റ് എനിക്ക് ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ, വളരെ ചെറിയൊരു 1 കിലോ വല്ലതും വ്യത്യാസം ഉണ്ടാവും പഴയ സ്ക്രാമിനെക്കാട്ടും. സോ പ്രൈസ് ഞാൻ പറഞ്ഞു 2,08,000 ആണ് പ്രൈസിങ് എക്സ് ഷോറൂം സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്പോക്ക് വീൽ വേരിയൻറ്റും ഉണ്ട്, അലോയ് വീൽ വേരിയൻറ്റും ഉണ്ട്. അലോയ് വീൽ വേരിയൻറ്റ് 2,15,000 ആണ് അലോയ് വീൽ വേരിയൻറ്റിൻ്റെ പ്രൈസ് വിത്ത് ട്യൂബ്ലെസ് വീൽസ്. അപ്പോൾ കുറേ പേര് ട്യൂബ്ലെസ് വീൽസ് ഓപ്റ്റ് ചെയ്യണവർക്ക് അത് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. ചെറിയ രീതിയിൽ ഓഫ് റോഡൊക്കെ ചെയ്യാം, അത്ര അടിപൊളി ഓഫ് റോഡൊന്നും പറയില്ല, ബട്ട് യെസ് ചെറിയ രീതിയിൽ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്യാം. 200 mm ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സോ ദിസ് ഈസ് ജസ്റ്റ് എ ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ. അപ്പോൾ ലോങ് ടേം നമുക്ക് വണ്ടിയൊക്കെ നോക്കാം, കിട്ടുവാണെങ്കിൽ നമുക്ക് ലോങ് ടേം വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാം. കുറച്ച് ദൂരമൊക്കെ ഓടിച്ച് എന്താണ് അവസ്ഥ, വണ്ടി എങ്ങനെയുണ്ട് കംഫർട്ട് വൈസ്. പക്ഷേ ഇപ്പോൾ ഞാൻ ചെറിയൊരു ഡിസ്റ്റൻസേ ഓടിച്ചിട്ടുള്ളൂ. ആ ഡിസ്റ്റൻസ് ഓടിച്ചിട്ട് സസ്പെൻഷൻ വൈസും കംഫർട്ട് വൈസും അങ്ങനെ വലിയ മാറ്റം തോന്നുന്നില്ല. ഇറ്റ്സ് സെയിം ആസ് ദ സ്ക്രാം 411. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി വേണമെങ്കിൽ സെൻറ്റ് മേരീസ് മോട്ടോഴ്സിൽ ചെക്കൗട്ട് ചെയ്യാം. അവരുടെ കയ്യിൽ വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. സോ യെസ്, അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സോ ഡോണ്ട് ഫൈക്ക് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലേക്ക് നിൽക്കുക. അടുത്ത വീഡിയോ ബെല്ലിംഗ് അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് തന്നെ മറ്റാരുമല്ല, നിങ്ങൾ സ്വന്തം കൊച്ചുമച്ചാൻ. ബൈ.